നിമിഷപ്രിയയുടെ മോചനം കേരളം അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ്. മോചനത്തിലേക്ക് അടുക്കുകയാണ് നിമിഷപ്രിയ. കേരളം വളരെ ആശ്വാസത്തോടെയാണ് ആ വാർത്ത അതിൻ്റെ ഓരോ നീക്കങ്ങളെയും കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ മോചനം തടസ്സപ്പെടുത്താൻ, അത് വൈകിപ്പിക്കാൻ, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം നേടാൻ ചിലർ ശ്രമിച്ചാലോ? അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഒരു യുവ MLA. ആരാണ് ആ യുവ MLA? നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ട്രഷറർ കുഞ്ഞുമുഹമ്മദ് കൂരാച്ചുണ്ട് തന്നെ പറയുന്നു. മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. തെക്കൻ കേരളത്തിലെ പ്രശസ്തനായ ഒരു യുവ MLA പറഞ്ഞ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള പാസ്റ്ററുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കൃത്യമാണ് സംഭവം. യമനിയിലെ ഹൂത്തികളുമായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് വീഡിയോയിൽ അവിടെ തൊട്ടടുത്ത് ഈ പാസ്റ്ററുടെ അടുത്തിരിക്കുന്നത് നിമിഷപ്രിയയുടെ മകളാണ്. ആ മകൾ എങ്ങനെ ഈ പാസ്റ്ററുടെ കയ്യിലെത്തി, അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് എങ്ങനെ ഈ പാസ്റ്ററുടെ കയ്യിലെത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ തെക്കൻ കേരളത്തിലെ യുവ MLA തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിന് ദ്രോഹിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് സഹായകരമായിട്ടുള്ള നിലയിലല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനമെന്ന് ഞങ്ങൾ വളരെ ശക്തമായി ആക്ഷേപം ഉന്നയിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, തെക്കൻ കേരളത്തിലെ യുവ MLA ആരാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഗവർണറെ കാണാൻ പോവുകയും അതിനുവേണ്ടി എൻ്റെ പിതാവ് നല്ലവണ്ണം ശ്രമിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്, അതിനുവേണ്ടി ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്? അത് മറ്റാരുമല്ല, ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഈ പ്രശ്നത്തിലും ഇടപെടുന്നത്. നിമിഷപ്രിയയുടെ മോചനം ഏതാണ്ട് അടുത്തെത്തിയതാണ്. വധശിക്ഷ നിശ്ചയിച്ചതാണ്, തീയതി കുറിച്ചതാണ്. അത് മാറ്റിവെക്കാൻ ഇടപെട്ടത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. അദ്ദേഹം വീണ്ടും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കം നടക്കുന്നു. ഇടക്കാലത്ത് വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്തകൾ വന്നതാണ്. പിന്നീടാണ് വീണ്ടും പല ഇടപെടലുകളിലൂടെ അത് അട്ടിമറിക്കപ്പെട്ടത്. ആരാണ് മോചനത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ആരാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് എതിരായി പ്രവർത്തിക്കുന്നത്? നിമിഷപ്രിയ ഇപ്പോഴത്തെ ഇടപെടലിലൂടെ പുറത്തു വന്നാൽ, ഇന്ത്യയിലേക്ക് വന്നാൽ, തിരിച്ചു വന്നാൽ അതിൻ്റെ നേട്ടം മുഴുവൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കായിരിക്കും. ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടിട്ട് പോലും നടക്കാത്ത കാര്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് നടന്നു എന്ന് വെച്ചാൽ അത് വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് BJPയുടെ ആലയിൽ ഇതിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് കെട്ടണം. അതിനുവേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ നിരന്തരം ഗവർണറെ കാണുന്നു. ചാണ്ടി ഉമ്മൻ നിരന്തരം കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു. എന്തിനേറെ പറയുന്നു, പുറത്തു വന്ന ഒരു വാർത്ത ശരിയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിലെത്തിയതിനു ശേഷം, അദ്ദേഹവുമായി ചർച്ച നടത്തിയതിനു ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളോട് പറഞ്ഞത് നമുക്ക് കേന്ദ്ര സർക്കാരിനെയും ഇതിൽ ബന്ധപ്പെടുത്തണം എന്നാണ്. കേന്ദ്ര സർക്കാരിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. എന്തിനാണ് ഇത്തരമൊരു ശ്രമം ചാണ്ടി ഉമ്മൻ നടത്തുന്നത്? ഇത് BJPയിലേക്ക്, കേന്ദ്ര സർക്കാരിലേക്ക് ഉള്ള ഒരു പാലം ഇടലാണ്. കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല ചാണ്ടി ഉമ്മന്. കോൺഗ്രസിൽ വേണ്ടത്ര പ്രാധാന്യവും കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം BJPയിലേക്ക് ഒരു പാലമിടാൻ ശ്രമിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്നത് നിമിഷപ്രിയയുമാണ്. വളരെ ഉന്നതനായ നേതാവിൻ്റെ മകനാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരമൊരു കാര്യം ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. BJPയിലേക്ക് പാലമിടാൻ നിമിഷപ്രിയയെ ഉപയോഗിക്കുന്ന ചാണ്ടി ഉമ്മൻ, അതാണോ ശരി? അതല്ല. അദ്ദേഹം ഇടപെടുന്നത് ആത്മാർത്ഥമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ചേർന്ന് നിൽക്കുകയല്ലേ അദ്ദേഹം വേണ്ടത്? അദ്ദേഹം എന്തിനാണ് സമാന്തര നീക്കം നടത്തുന്നത്? ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതൊരു PR വർക്കാണോ? നിമിഷപ്രിയയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അതിന് നേട്ടം മുഴുവൻ കൊയ്ത് കോൺഗ്രസിലും കേരളത്തിലും വലിയ നേതാവായി മാറാൻ ചാണ്ടി ഉമ്മന് കഴിയും. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണോ? അതല്ല അദ്ദേഹം BJPയിലേക്ക് പാലമിടുകയാണോ? ഈ സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. ഏതായാലും ചാണ്ടി ഉമ്മൻ്റെ ഈ കളികൾ, സമാന്തരമായി അദ്ദേഹം നടത്തുന്ന ഈ കളികളൊക്കെ നിമിഷപ്രിയയുടെ മോചനം വൈകിപ്പിക്കാനേ ഉപകരിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ അനുഭവം. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അതിൽ നിന്ന് പിന്മാറണം എന്നാണ്
നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നത്. അതിൽ ശരിയുമുണ്ട്. കോൺഗ്രസിൽ കാലുറപ്പിക്കാൻ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കൾ ആ നേതാക്കളെക്കാളും വളരാൻ യുവ നേതാക്കളെക്കാളും മുന്നിലാണ് താനെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ചാണ്ടി ഉമ്മന്റെ ഈ കളി അദ്ദേഹത്തിന് തന്നെ വിനയാകും എന്ന കാര്യം സംശയമില്ല. കാരണം ഇത് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ ഓർക്കുന്നത് നല്ലതായിരിക്കും.